ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് സെറോ സ്റ്റോറീസ്. അപ്പോൾ കുറേ നാളായില്ലേ നമ്മുടെ ഈ ഇൻട്രോ ഒക്കെ കേട്ടിട്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് ബിസിയാണ്, ബിക്കോസ് പരീക്ഷയ്ക്ക് ആയതുകൊണ്ട് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. എന്നാൽ നമ്മൾ ഇനി തൊട്ട് നല്ല വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ ചക്കു ഇപ്പോൾ ഈ മുട്ട ബജിയുടെ താലവും പിടിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ മലയാറ്റൂർ മല കയറാൻ പോകുക കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് അടിവാരത്തെ കടയിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മൾ തളർന്ന് കുത്തിയേ കയറത്തുള്ളൂ. നമ്മൾ പിന്നെ ഫുഡ് ഈസ് മൈ എനർജി എന്ന് പറയുന്ന ആൾക്കാരല്ലേ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡ് നന്നായിട്ട് കഴിച്ചിട്ടാണ്ടോ മല കയറാൻ പോയത്. അപ്പോൾ താഴത്തെ അടിവാരത്തെ വിശേഷങ്ങളായിരുന്നു ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കണ്ടോ, മുട്ട ബജിയും മുളക് ബജിയും ചായയും കാപ്പിയും ഒക്കെ കുടിച്ച് നല്ല ചില്ലായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ നദി നമ്മുടെ പെരിയാർ നദിയാട്ടോ. നമ്മുടെ മലയുടെ അടിവാരത്തുള്ള നദിയാട്ടോ പെരിയാർ നദി. കണ്ടോ, എന്ത് കാമായിട്ടാണ് ഇരിക്കുന്നത്. പുഴ കാണുമ്പോൾ എനിക്കൊരു ഇങ്ങനെ നല്ലൊരു ഫീലുണ്ടാവും. അപ്പോൾ കണ്ടോ, മലയാറ്റൂർ മലയിട്ട് പോകുന്ന വഴികളാണിത്. ഇവിടെ കുറേ ചൂരലും കടകളൊക്കെ ഉണ്ടാവും. ബിക്കോസ് പുതുനായൻ്റെ അന്നാണ് ഇവിടുത്തെ പെരുന്നാളെങ്കിലും ഇവിടെ ഇപ്പോഴത്തെ കടകൾ കെട്ടിത്തുടങ്ങുന്നുണ്ട്. കണ്ടോ, അവിടെ മല, ഇവിടെ കാട്, അങ്ങനെ നല്ല സറൗണ്ടഡൊക്കെ സൂപ്പറായിട്ടാട്ടോ ഇവരുള്ളത്. അല്ല, ഇവിടെ ആൾക്കാർ ഈ ചൂരലാട്ടോ കുറച്ചും കൂടുതലും വിൽക്കുന്നത്. ബിക്കോസ് മല കാരണം ഇങ്ങനെ പിടിച്ച് പോകണമെങ്കിൽ ചൂരൽ നല്ല, അല്ലെങ്കിൽ കാല് വിറയ്ക്കും. പിന്നെ ഞങ്ങൾ ചൂരലൊന്നും മേടിക്കാൻ പറ്റില്ല. ഞങ്ങളവിടെ ഇങ്ങനെ വലിയ വടി ഉണ്ടല്ലോ, മരത്തിൻ്റെ വലിയ വടി. അപ്പോൾ അതൊക്കെ വെച്ച് ഞങ്ങൾ കുത്തി കയറും. ഞങ്ങൾ കസിൻസൊക്കെ കൂടെയാണ് പോയത്. അപ്പോൾ പിള്ളേരാരും കുത്തിയില്ല, വലിയവർ മാത്രം. അപ്പോൾ കണ്ടോ, കയറി വരുമ്പോൾ തന്നെ പൊന്നും കുരിശും മുത്തപ്പോൾ പൊന്മല കയറ്റാമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിക്കാൻ കാരണം ആ മാതാവിൻ്റെ അടിയിൽ കുറേ കുട്ടന്മാരുണ്ടായിരുന്നു. ഇങ്ങനെ കുഞ്ഞു കുരങ്ങനും വലിയ കുരങ്ങനും കണ്ടോ, അവിടെ തൂങ്ങിയും നാടിയൊക്കെ കളിക്കുന്നുണ്ട്. കണ്ടോ പുറകെ തിരിഞ്ഞിരുന്നൊരു ധിക്കാരത്തോടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കുരിശിൻ്റെ വഴി ചൊല്ലിക്കൊണ്ടായിട്ടോ ഞങ്ങൾ മലയാറ്റൂർ മല കയറിയത്. ഈ കുരിശിൻ്റെ വരി ഈ സ്ഥലത്തിരുന്ന് ചൊല്ലുന്ന നേരത്തെ ഞാൻ ഫുള്ളും ആ മാതാവിൻ്റെ അടുത്തേക്ക് നോക്കുന്നത്. അവിടെ മാതാവിൻ്റെ കയ്യിലും മുഖത്തൊക്കെ ഇങ്ങനെ കുരങ്ങൻ നോക്കിക്കൊണ്ടിരിക്കും. നല്ല രസമായിരുന്നു, ക്യൂട്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കയറാൻ തുടങ്ങുന്ന മുമ്പ് തന്നെ പുറകിൽ നിന്ന് കുറച്ച് വിളികളൊക്കെ ഉണ്ടായിരുന്നു, കല്ല് കഴിക്കുന്നു എന്നൊക്കെ. അത് നമ്മുടെ സ്വന്തം ജോളി മമ്മിയാണ് പറഞ്ഞത്. അപ്പോൾ ജോളി മമ്മിയുടെ ചേച്ചിയാട്ടോ. അപ്പോൾ ഞങ്ങളത് പിന്നെ മെഴുകുതിരിയൊക്കെ മേടിച്ച് ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഇങ്ങനെ കത്തിച്ചുകൊണ്ടൊക്കെ കയറാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഒന്നാമത്തെ സ്ഥലം എത്തുന്നത് മുമ്പ് തന്നെ കാല് കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും കുറച്ച് പാറപ്പുറത്തൊക്കെ ഇരുന്ന് അവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു ക്ലൈമറ്റിൽ വരുന്നതായിക്കോട്ടെ നല്ലത്. ബിക്കോസ് അധികം വെയിലും ഇല്ല, എന്നാൽ അധികം അങ്ങനെ ഒരു അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഒരു വൈകുന്നേരം എന്നാൽ ഉച്ച ആ ടൈമിലൊക്കെ വരാനാണ് നല്ലത്. നമ്മൾ രാത്രി വരുമ്പോൾ ആരും ഉണ്ടാവില്ല, സ്പീഡിൽ കയറാമെന്ന് പറഞ്ഞ് വരുമ്പോൾ രാത്രി നല്ല ആൾക്കാരായിക്കോട്ടെ. ഞങ്ങൾ തിരിച്ചിറങ്ങണ വഴിക്ക് കുറേ ആൾക്കാരായിരുന്നു. അപ്പോൾ കണ്ടോ, ഫുൾ കാടിൻ്റെ സറൗണ്ടഡായിട്ട് ഞങ്ങൾ നടക്കുവാണ്. ഇപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ പ്ലെയിൻ നിരപ്പായിരിക്കും, ബിക്കോസ് മല എത്തിയിട്ടില്ല. നമ്മൾ ആ അടിവാരത്തിൻ്റെ ആ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഗായ്സ് ഇവിടെ ഫുൾ പാറകളൊക്കെ ആയിരിക്കും. മല കയറാൻ നല്ലത് പാറകളാട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്പീഡിൽ കയറിപ്പോകും. ചക്കു ആണെങ്കിൽ അവിടെ എനിക്കും ആദ്യം ഞാൻ ഒന്നാം സ്ഥലത്ത് എത്തണം അങ്ങനെ പറഞ്ഞിട്ട് അവൾ ഓടുക. അപ്പോൾ കണ്ടോ, ഫുൾ കാടാണ്. പിന്നെ ഈ മലയിൽ നിന്ന് തിരിച്ച് ഇറങ്ങാൻ നേരത്തെ ഏറ്റവും സിമ്പിളായിട്ട് വരാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. നമുക്ക് പറന്നൊക്കെ തിരിച്ചിറങ്ങാം. എങ്ങനെയാണെന്നറിയോ, ഈ നമ്മൾ മലയുടെ പക്കത്തിരുന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓടിയാൽ മതി. നമ്മൾ തന്നെ അറിയില്ല നമ്മളെങ്ങനെ താഴത്തെത്തിയെന്ന്. അതേപോലെ നമ്മൾ സിമ്പിൾ ഈസി പീസി ആയിട്ട് താഴത്തെത്തും. പക്ഷെ എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ച് വീണാൽ ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ. അപ്പോൾ ഗായ്സ് കണ്ടോ, ഒരു ആടിയും പാടിയൊക്കെയാണ് നമ്മൾ വരുന്നത്. നമ്മൾ നല്ല ചില്ലടിച്ച് നല്ല വിശേഷങ്ങളും കുശലങ്ങളൊക്കെ പറഞ്ഞ് മൂടടിച്ചാണ്ടാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മല കയറുമ്പോൾ നമ്മൾ കുരിശിൻ്റെ വഴിയും ചൊല്ലുന്നുണ്ട്. എന്നാൽ നമ്മളിങ്ങനെ സംസാരിച്ച് കസിൻസൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ല സൂപ്പർ ചില്ലൊക്കെ ആയിട്ട് നമുക്ക് വരാൻ പറ്റും കേട്ടോ. നമ്മൾ മലയാറ്റൂർ മല കയറുമ്പോൾ നമ്മളിങ്ങനെ
കസിൻസൊക്കെ കൂടെ വരുമ്പോഴായിരിക്കും കുറച്ചും കൂടി നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് മല കയറാൻ പറ്റുന്നത്. ഇവിടുത്തെ ഈ 3 ഇങ്ങനെ പൈപ്പ് വരെ കാണില്ലേ, അതിനകത്ത് ആ ബ്ലാക്ക് പൈപ്പിൽ നല്ല ഇങ്ങനെ ഒഴുക്ക് എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് സ്ലിപ്പായിട്ട് പോവും. പൊക്കത്ത് കയറുന്നിട്ടല്ല, ഞാൻ കുറച്ചങ്ങ് മാറിയിട്ട് പോയപ്പോഴേക്കും ഞാൻ ഒരു വലിയ പാറ കണ്ടേ. അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ പാറയുടെ മുകളിൽ നിന്നിട്ട് SRK സ്റ്റൈല് കാണിച്ച്. അയ്യോ, അപ്പം ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ പുറകിൽ കുറേ ചേച്ചിമാരൊക്കെ നോക്കി ചിരിക്കുന്നു. അയ്യോ, ജസ്റ്റ് എനിക്ക് പെട്ടെന്ന് ഷൈ അടിച്ച്. അപ്പോൾ കണ്ടോ, എല്ലാവരും വടിയൊക്കെ പിടിച്ച് നല്ല ഇതായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാല് വിറയ്ക്കാൻ തുടങ്ങും. അതാണ് നമ്മളുടെ കാല് കഴച്ച് നമ്മൾ ഇരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ റീസൺ. കാലിങ്ങനെ വിറയ്ക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നിന്നിങ്ങനെ ദേഹവും ബോഡി എല്ലാം കൂടി വിറയ്ക്കാൻ തുടങ്ങും. കേട്ടോ, ചക്ക അവൾക്ക് ഫസ്റ്റ് എത്തണമെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. ഇത് ഞാൻ ഈ ഒരു പാറ കാണിക്കാൻ കാരണം, നിങ്ങളിതിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ? അത് കണ്ടോ, അവിടെ ഒരു കുഞ്ഞു കണ്ണ്. ആ കണ്ണാട്ടോ നമ്മുടെ ഓന്ത് നിറം മാറും എന്നൊക്കെ പറയുന്നത് ഞാൻ അന്നാണ് കുറച്ച് റിയലായിട്ട് ലൈവായിട്ട് കാണുന്നത്. കണ്ടോ, 1-ാം സ്ഥലം എത്തിയതിൻ്റെ സന്തോഷമാണ് എല്ലാവരുടെയും മുഖത്ത്. ബിക്കോസ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, 1-ാം സ്ഥലം നല്ല ദൂരെയാണ്. ഈ ഒരു റൂട്ട് കാണിക്കാൻ കാരണം, അവിടെ ആൾക്കാർ നടന്ന് ആ മരത്തിൻ്റെ റൂട്ട് തേഞ്ഞിട്ട് അത് ഒരു കാൽപാദം ഫുട്പാത്ത് പോലെ ആയി. അത് കണ്ടോ, 1-ാം സ്ഥലം. 1-ാം സ്ഥലത്തിൻ്റെ പുറകിൽ നമ്മൾ 2-ാം സ്ഥലം കാണുന്നുണ്ട് കേട്ടോ. 1-ാം സ്ഥലം എത്തിയാൽ പിന്നെ സ്പീഡിൽ നമ്മൾ കയറിക്കോളും. അത് ഈസി ആട്ടോ. ആ 1-ാം സ്ഥലം എത്തുന്നത് വരെ കുറച്ച് ദൂരമുള്ളൂ, പിന്നെ ഈസിയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ബാക്കി സ്ഥലങ്ങളൊക്കെ എടുക്കാൻ മറന്നുപോയെന്നല്ല, നമ്മൾ ടയേർഡായിട്ട്, ബിക്കോസ് കാലൊക്കെ വേദനിച്ചൊക്കെ കയറിയത്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഞങ്ങൾ ഏറ്റവും പൊക്കത്തെത്തിയപ്പോഴാണ് ഓർത്തത്, അയ്യോ വീഡിയോ എടുക്കണ്ടേന്ന്. അപ്പോൾ ഞങ്ങൾ പൊക്കത്തെത്തിയപ്പോൾ ഒരു സർബത്ത് കടയിൽ നിന്ന് സർബത്ത് കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെയും വീഡിയോ എടുക്കാൻ തുടങ്ങി. അപ്പോൾ കണ്ടോ, പൊക്കത്തെത്തിയിട്ട് അന്ന് ആ ഒരു സ്ഥലത്തിൻ്റെ വ്യൂ ആയിട്ട് നിങ്ങൾ കാണുന്നത്. പൊക്കത്തെത്തിക്കഴിഞ്ഞാൽ കുറച്ച് സ്റ്റെപ്സൊക്കെ ഉണ്ട് കേട്ടോ. പാറകളെല്ലാം കുറച്ച് സ്റ്റെപ്പാണുള്ളത്. കണ്ടോ, ഇപ്പോൾ നമ്മൾ നേരെ കാണുന്നതാണ് നമ്മുടെ കുരിശിൻ്റെ വഴി സമാപന പ്രാർത്ഥന ചൊല്ലുന്ന സ്ഥലം. ഇവിടെ നമ്മുടെ തോമാസ് ലീഹയുടെ തിരുശേഷിപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും നമ്മൾ കൂട്ടം കൂടിയായിരുന്നു നടന്നത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പലരും പല വരിക്കായിരുന്നു. കാലൊക്കെ തളർന്ന് നമ്മൾ മുടിയൊക്കെ കെട്ടി നല്ല വേദന എടുത്താണ് കയറിയത്. പക്ഷെ നല്ല എൻജോയ്മെൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ആട്ടോ നമ്മുടെ തോമാസ് ലീഹയുടെ തിരുശേഷിപ്പ് വെച്ചേക്കുന്ന സ്ഥലം കേട്ടോ. കണ്ടോ, 2-ാം ആണ്ടിൽ മാർത്തോമാസ് ലീഹയുടെ തിരുശേഷിപ്പ് കുരിശുമുടിയിൽ കൊണ്ടുവന്നത് മലമുകളിൽ ഈ മണ്ഡപത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കണ്ടോ, അവിടുത്തെ ഒരു വ്യൂ ആട്ടോ ഇത്. കണ്ടോ, ഇവിടെ നമുക്ക് കുമ്പസാരിക്കാനൊക്കെ പറ്റും. പിന്നെ അവിടെ നിന്നുള്ള വ്യൂ. ഞാനൊരു കാര്യം പറയട്ടെ, സീരിയസ്ലി ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഈ മല കയറാൻ നേരത്ത് വൈകുന്നേരം ടൈമിൽ കയറി നമുക്ക് ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും കേട്ടോ. ബിക്കോസ് ഈ ഏറ്റവും പൊക്കത്തായതുകൊണ്ട് സൺ കറക്റ്റായിട്ട് ഇറങ്ങിപ്പോകുന്നത് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഇതാട്ടെ നമ്മുടെ ആന കുത്തിയ പള്ളി. കണ്ടോ, അവിടെയൊക്കെ ഈ കാട്ടാനയും കാടല്ല, അപ്പോൾ അവിടെ നിന്നൊക്കെ ആന വന്നിട്ട് കുത്തുമെന്നല്ല, എന്തോ ഒരു ദിവസം വന്ന് അപ്പോൾ അവിടെ അങ്ങനെ പാടുന്ന അങ്ങനെയാണിത്. പിന്നെ ഇതാണ് നമ്മുടെ മലയാറ്റൂർമലയിലെ അത്ഭുത കിണർ. ഇതെന്ന് വെച്ചാൽ നമ്മൾ തോമാസ് ലീഹ കയറി ഇങ്ങനെ മലയൊക്കെ കയറി വന്നപ്പോഴേക്കും തോമാസ് ലീഹയുടെ കയ്യിലെ കുന്തം വെച്ച് ഒരു പാറയിട്ട് കുത്തിയപ്പോൾ അവിടെ നിന്ന് വെള്ളം വന്നു. പിന്നെ അത് കിണറായിട്ട് കുഴിച്ചു. അങ്ങനെയൊക്കെ ആണ്ടാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി. അപ്പം ഞങ്ങൾ പിന്നെ ആനകുത്തിയ പള്ളിയുടെ സൈഡിൽ ഇരുന്ന് കാലൊക്കെ വിറയ്ക്കുമായിരുന്നു. എന്നിട്ട് എനിക്ക് മറ്റേ ഇങ്ങനെ ഷോക്ക് അടിക്കണം, ഇങ്ങനെ അത് എന്നാ പറയണേന്ന് എനിക്കറിയില്ല. ഈ മരവിച്ചിട്ടാണ് ഷോക്ക് അടിക്കണ പോലെ വന്നിട്ട് ഞാനത് കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ഇതാട്ടെ നമ്മുടെ ആ പള്ളിയുടെ അകത്തെ സൈഡ്. കണ്ടോ, അവിടെ നിന്ന് ഇരുട്ടി വരുവാണ്. പിന്നെ ഈ കാലൊക്കെ കഴിച്ച് നമ്മൾ വരുമ്പോൾ ഈ പൊന്നും കുരിശ് കാണുമ്പോൾ എൻ്റെ ദൈവമേ, നമുക്ക് എന്തൊരു ഗ്രേസ്ഫുൾനെസ് കിട്ടും. നമുക്ക് അത്രയും നേരത്തെ ക്ഷീണം നമ്മളൊന്നും ഓർക്കത്തില്ല, നമ്മളെല്ലാം മറന്നു പോകും. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ തോമാസ് ലീഹയുടെ കാൽപാദം പതിഞ്ഞ സ്ഥലത്തെത്തിയെത്തോ. കണ്ടോ, ആ വട്ടത്തിൽ മാർക്ക് ചെയ്തേക്കുന്നതല്ല കേട്ടോ കാൽപാദം. അതിൻ്റെ സൂക്ഷിച്ച് നോക്കുമ്പോൾ അതിൽ ഇച്ചിരി കുഴിഞ്ഞിരിക്കുന്ന സ്ഥലമുണ്ട്, നമ്മുടെ ഫൂട്ട് വരെ. അതാണ് തോമാസ് ലീഹയുടെ കാൽപാദം എന്ന് പറയുന്നത്. കണ്ടോ, ഇരുട്ടായത് കൊണ്ട് ഫുൾ അവിടെ ലൈറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ട് അടിവാരത്ത്.
അപ്പോൾ കാരണം നമ്മുടെ പെരിയാർ നദിയുടെ അവിടെയൊക്കെ ഫുൾ ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് അയ്യോ നല്ല ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പോകുന്നത് താഴത്തെ ചെറിയ പള്ളിയിട്ടാട്ടോ. ചെറിയ പള്ളി എത്തിയപ്പോഴാണ് ഇത് ചെറിയ പള്ളിയാണല്ലോ വലിയ പള്ളിയാണോ എന്ന് വിചാരിക്കാൻ പറ്റില്ല. ചക്കു പറയാം ചെറിയ പള്ളി എന്ന് പേരിട്ടിട്ട് വലിയ പള്ളി ഉണ്ടാക്കി വെച്ചേക്കണമെന്ന്. ബിക്കോസ് അത് അത്രയും വലിയ പള്ളിയായിരുന്നു കേട്ടോ. ഇതാട്ടോ ചെറിയ പള്ളിയുടെ നിത്യാരാധന ചാപ്പലിൻ്റെ ഉൾവശം. കണ്ടോ നല്ല ലൈറ്റ്സൊക്കെ ഇട്ട് സൂപ്പറായിരുന്നു. പിന്നെ ഇതാട്ടോ നമ്മുടെ ചെറിയ പള്ളി. കണ്ടോ മാർത്തോമാ ശ്ലീഹയും സെയിൻറ്റ് പോളും സെയിൻറ്റ് പീറ്റേഴ്സൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നതൊക്കെ എല്ലാവർക്കും ബൈ.